കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ വേദൻ ഇപ്പൊ ഒന്നും പറയാൻ ഒരു വകുപ്പില്ല മക്കളെ. രഞ്ജിത്ത് കുമ്പിടി അറിയോ? എനിക്കറിയില്ല. അറിയില്ല. വേടൻ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് ഇപ്പോൾ വേടൻ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും പ്രതികരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. രഞ്ജിത്ത് കുമ്പിടിയാണോ നൽകിയത്? ഒന്നും പറയാനില്ല എന്നാണ് ഇപ്പോൾ വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി അല്പസമയത്തുള്ളിൽ ഇവിടെ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകും. തനിക്കൊന്നും ഇപ്പോൾ പറയാനില്ല എന്നാണ് ഇപ്പോൾ വേടൻ പറഞ്ഞത്. വേടനെ ഇപ്പോൾ റേഞ്ച് ഓഫീസറുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി റേഞ്ച് ഓഫീസറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. റേഞ്ച് ഓഫീസറും അവിടെ എത്തിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസറുടെ ടേബിളിന് മറുവശത്തായിട്ട് വേടനെയും അവിടെ നിർത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. റേഞ്ച് ഓഫീസിലാണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത്. കോടനാട്ട് അല്പസമയം മുമ്പാണ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും റേഞ്ച് ഓഫീസിലേക്ക് വേടനെ എത്തിച്ചത്. പ്രധാനപ്പെട്ട ചോദ്യം, ഈ പുലിപ്പല്ല് കണ്ടെത്തിയത് അല്ലെങ്കിൽ പുലിപ്പല്ല് എവിടെ നിന്നാണ് വിട്ടേക്കൂ എന്ന് വേടൻ പറയുന്നു. സ്വാഭാവികമായും തുടരെ വേടൻ്റെ ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. റാപ്പർ വേടൻ്റെ മാലയിൽ പുലിനഖം കണ്ടെത്തിയതിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. കോടതിയിൽ ഹാജരാക്കുമെന്നറിയുന്നു. ഒരുപക്ഷെ റിമാൻഡിലാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പുലിപ്പല്ലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രഞ്ജിത്ത് കുമ്പിടി എന്ന ഒരു ആരാധകൻ തനിക്ക് നൽകി എന്നതാണ് ഇപ്പോൾ വനം വകുപ്പിനോട് വേടൻ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത് കുമ്പിടി മലേഷ്യൻ പൗരത്വമുള്ള ഒരു തമിഴ്നാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. വിട്ടേക്കൂ എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴൊന്നും പറയാനില്ല എന്നും വേടൻ പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ഇത് കഴിഞ്ഞിട്ട് എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്.